അപ്പോൾ നമ്മൾ പറഞ്ഞ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനിൽ ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. രണ്ട് മെത്തേഡ് ഉണ്ടായിരുന്നു. ഒന്ന് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡും എസ്റ്റിമേഷൻ, ദെൻ അടുത്തതാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. അപ്പോൾ അതായത് നല്ലൊരു ഒരു പാരാമീറ്ററിന് സെയിം പാരാമീറ്ററിൻ്റെ മെനി ഡിഫറെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ്, അതായത് നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് പല രീതിയിൽ ആവറേജ് ഫൈൻഡ് ചെയ്യാം. ആ ആവറേജ് കിട്ടുന്ന വാല്യൂ അക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ, അതായത് നമ്മുടെ പോപ്പുലേഷൻ അൺനോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ പാരാമീറ്ററിന് ഏറ്റവും സാമ്യമുള്ള ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആണോ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. അപ്പോൾ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടെക്നിക്ക്. ഇറ്റ്സ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് അൺനോൺ പാരാമീറ്റേഴ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പം ഇത് സാമ്പിൾ മൊമെൻറ്റും പോപ്പുലേഷൻ മൊമെൻറ്റ്സും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ മെത്തേഡ് ഫൈൻഡ് ചെയ്യുന്നത്. ഈ മെത്തേഡിലൂടെ നമ്മൾ എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യുന്നത്, അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരു റാൻഡം വേരിയബിൾ ലൈക്ക് എക്സ് പി റാൻഡം വേരിയബിൾ വിത്ത് പ്രോബബിൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എഫ് ഓഫ് എക്സ് തീറ്റ. ദെൻ മൊമെൻറ്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് മൊമെൻറ്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പം പോപ്പുലേഷൻ്റെ മൊമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂ വൺ ഡാഷ് അല്ലെങ്കിൽ മ്യൂ ഡാഷ് എന്നുള്ളതാണ് നമ്മൾ മൊമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മ്യൂ വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് എന്ത് ഫസ്റ്റ് മൊമെൻറ്റ് എന്നുള്ളത്. ദെൻ നമുക്ക് എത്ര പോപ്പുലേഷൻ ഉണ്ട്, അതായത് മ്യൂ ടു ഡാഷ് ഉണ്ടായിരിക്കും. മ്യൂ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ ടു ഡാഷ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ അതായത് മ്യൂ ആർത്ത് മൊമെന്റ്, അതായത് ആർത്ത് പോപ്പുലേഷൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ. അതാണ് ഇവിടെ ഇട്ടുള്ളത്. ദെൻ ഫ്രം ദ സാമ്പിളിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ സാമ്പിളിൻ്റെ നമ്മൾ സ്മോൾ ലെറ്ററിലാണ് മൊമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്, സ്മോൾ ലെറ്റർ എമ്മിൽ. അപ്പം എം വൺ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ സമ്മേഷൻ ഓഫ് എക്സ് എക്സ് ഐ ഡാഷ് ഡിവൈഡഡ് ബൈ എൻ. ദെൻ എം ടു ഡാഷ് ഉണ്ടായിരിക്കും, സ്മോൾ ലെറ്റർ എം ടു ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മൊമെൻറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ സാമ്പിളിൻ്റെ കേസിൽ ഇത്. ദെൻ പോപ്പുലേഷൻ്റെ ഇത് സാമ്പിളിൻ്റെ ദെൻ പോപ്പുലേഷൻ്റെ കേസ് നമ്മൾ മൊമെൻറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പോൾ ഡിവൈഡഡ് ബൈ എൻ. ദെൻ ഇവിടെ എക്സ് ഐ റേസ് ടു എന്ത് വരും, 1 ആണ്, ഇവിടെ എക്സ് 1 ആണ്, അപ്പോൾ എക്സ് റേസ് ടു എക്സ് സ്ക്വയർ വരും. ദെൻ നമ്മൾ ലാസ്റ്റ് അങ്ങനെ ആർത്ത് സാമ്പിൾ മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക, സ്മോൾ ലെറ്റർ ആർ ഡാഷ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ ദെൻ ഐ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമുക്ക് ആർത്ത് എന്താണ് ലാസ്റ്റ് ടേമിന്, നമുക്ക് ഏത് എത്ര ടേം ഉണ്ടെന്ന് അറിയില്ല, അപ്പം ആദ്യത്തെ ടേമിലുള്ള മൊമെൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്താ ആർത്തിലുള്ള പോപ്പുലേഷൻ മൊമെൻറ്റും ആദ്യത്തെ പോപ്പുലേഷൻ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ദെൻ സാമ്പിൾ മൊമെൻറ്റിലുള്ള ആദ്യത്തെ സാമ്പിൾ മൊമെൻറ്റും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നതായിരിക്കും എസ്റ്റിമേറ്റർ, അതായത് പാരാമീറ്റർ തീറ്റേൻ്റെ എസ്റ്റിമേറ്റർ ആയിട്ടുള്ള മൊമെൻറ്റ് എസ്റ്റിമേറ്റർ ആയിട്ടുള്ള
Then moment estimator properties എന്ന് പറഞ്ഞാൽ moment estimator are asymptotically unbiased, അതായത് ലാർജ് സാമ്പിൾസിന്റെ സൈസ് കൂടുമ്പോൾ ഇത് എന്താ സാമ്പിൾസിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന വാല്യൂ പോപ്പുലേഷന്റെ വാല്യൂനോട് അത്രയും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സാമ്പിൾസ് എന്ന് തന്നെ നമുക്ക് എന്താ എക്സാക്ട് പോപ്പുലേഷൻ വാല്യൂ അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കിട്ടും എന്നാണ് പറയുന്നത്. Then moment next property എന്ന് പറഞ്ഞാൽ are consistent. Moment estimators are consistent ആണ്. That means എന്താ സാമ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതെന്താ എക്സാക്ട് കൺവേർജസ് ടു ട്രൂ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ക്ലോസ് ആയിട്ടുള്ള അതായത് ഏറ്റവും ട്രൂ വാല്യൂയിലേക്ക് ഏറ്റവും ക്ലോസസ്റ്റിലേക്ക് ക്ലോസ് ആയിട്ട് കൺവേർജസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്യും, ട്രൂ വാല്യൂയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. ദെൻ moment estimator asymptotically normal എന്ന് പറഞ്ഞാൽ ലാർജ് സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് പോലെ തന്നെ ഇതെന്താ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുക വെൻ എപ്പോൾ ലാർജ് സൈസ് ആവുമ്പോൾ സാമ്പിളിന്റെ സൈസ് ലാർജ് ആവുമ്പോൾ ഇതെന്താ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഈ അസിംപ്റ്റോട്ടിക്കലിന്റെ മീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് ദ സാമ്പിൾ സൈസ് ബിക്കംസ് വെരി ലാർജ്.